നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിർബന്ധിച്ചു കൊണ്ടുപോകാൻ നോക്കുന്നത് അവൻ ഇവിടെ നിൽക്കാൻ ഇഷ്ടമെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ പാടുവെക്ക്. ഇത് എന്റെ മോനാ. അവൻ എവിടെ നിൽക്കണം, ആരുടെ കൂടെ നിൽക്കണമെന്നൊക്കെ ഞാനാ തീരുമാനിക്കുന്നത്. നിങ്ങളുടെ ഈ കള്ളക്കൂട്ടത്തിനോട് അവന് ഞാൻ വിടത്തില്ല. അഹങ്കാരം പറയരുത്. ഇത് തീച്ചട്ടിയമ്മയുടെ തിരുനിടയാ, അത് ഓർമ്മ വേണം. അവനെ ലത കൊണ്ടുപോയിക്കോട്ടെ. ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് പറഞ്ഞോ. വാ ഇങ്ങോട്ട്. സ്വാമി, അവനെ വിട്ടുകൊടുത്താൽ സാരമില്ല. ഇപ്പോൾ അവൾ അവനെ കൊണ്ടുപോയിക്കോട്ടെ. സമയമാകുമ്പോൾ ആരൊക്കെ എതിർത്താലും അവൻ ഇവിടെ തന്നെ വരും. വരണം. മനസ്സിലായോ വേലായുധ? മനസ്സിലായി. തീച്ചട്ടിയമ്മ 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 തീച്ചട്ടിയമ്മ. വാ ഇങ്ങോട്ട്. സർ, അജയ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തത് മുതൽ ഇവിടെ എത്തുന്നത് വരെയുള്ള അയാളുടെ റൂട്ട് മാപ്പ് ഞങ്ങൾ ട്രേസ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ അതിൽ കുറച്ച് മിസ്സിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. എന്താ? എയർപോർട്ടിൽ നിന്ന് ഓൺലൈൻ ടാക്സിയിലാണ് അജയ് പുറത്തേക്ക് വന്നത്. അവിടെ മുതൽ ഓവർ ബ്രിഡ്ജ് വരെ അജയ് കാറിൽ ട്രാവൽ ചെയ്യുന്നതിന്റെ CCTV ഫുട്ടേജ് കിട്ടിയിട്ടുണ്ട്. ബ്രിഡ്ജിന് കുറച്ച് മാറി ആ കാർ ബ്രേക്ക് ഡൗൺ ആവുകയും തുടർന്ന് മറ്റൊരു കാറിലേക്ക് അജയ് ഷിഫ്റ്റ് ചെയ്യുന്നതിന്റെ വിഷ്വൽസ് ഞങ്ങളുടെ കയ്യിലുണ്ട്. മറ്റൊരു കാറോ? അതേതാണെന്ന് ട്രേസ് ചെയ്തില്ലേ? ഇല്ല സർ, അവിടെ മുതൽ അജയ് ട്രാവൽ ചെയ്ത കാർ CCTV പരിധിയിലില്ല. അതിന്റെ നമ്പരോ RC ഓണറുടെ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റില്ലേ? ഇല്ല സർ, അതിന്റെ നമ്പർ പോലും CCTVയിൽ പതിഞ്ഞിട്ടില്ല. സോ RC ഓണറുടെ ഡീറ്റെയിൽസും നമുക്ക് കളക്ട് ചെയ്യാനായിട്ടില്ല. ഇൻഫാക്ട് അതൊരു പ്രീമിയം ബ്രാൻഡഡ് കാറായിരുന്നു. ആ കാർ പിന്നീട് ഹൈ റേഞ്ച് റൂട്ടിൽ കുറച്ചു നേരം ട്രാവൽ ചെയ്തതിന്റെ വിഷ്വൽസ് ഉണ്ട്. അതും പക്ഷേ എന്തോ ടെക്നിക്കൽ എറർ കൊണ്ട് ബ്ലേഡായി. പിന്നീട് അജയെ CCTVയിൽ ഫോളോ ചെയ്യാൻ പറ്റിയത് വീണ്ടും ഇവിടേക്കുള്ള വഴിയിലാണ്, അതും മറ്റൊരു കാറിലാണ്. പക്ഷേ എയർപോർട്ടിൽ നിന്നും പ്രീമിയം കാറിലേക്ക് ഷിഫ്റ്റ് ചെയ്ത അജയ് പിന്നീട് CCTV പരിധിയിൽ വരുന്നത് 2 മണിക്കൂർ കഴിഞ്ഞ് ഒരു ടാക്സിയിലാണ്. ആ ടാക്സിക്കാരനെ ഞങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. അയാൾ പറഞ്ഞത് ടൗണിൽ നിന്നും അജയ് കാറ് വിളിച്ചു എന്നാണ്. അതിന്റെ ഫുട്ടേജും കിട്ടിയിട്ടുണ്ട്. അപ്പോ ഇതിനിടയിലുള്ള 2 മണിക്കൂർ സാറിന്റെ മകൻ എവിടെയായിരുന്നുവെന്നോ ആരോടൊപ്പമായിരുന്നുവെന്നോ ഏത് വാഹനത്തിലാണ് സഞ്ചരിച്ചതെന്നോ അതിന്റെ ഒരു ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിട്ടില്ല. കളക്ട് ചെയ്യാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് സർ. ജാൻസി, ആ കാറിന്റെ ഡീറ്റെയിൽസും അതിന്റെ ഓണറുടെ ഡീറ്റെയിൽസും എത്രയും പെട്ടെന്ന് എനിക്ക് കിട്ടണം. അവൻ വേറെ ആരെങ്കിലും ആയിട്ട് ഞാൻ അറിയാത്ത സൗഹൃദം സൂക്ഷിക്കുന്നുണ്ടോന്നും എനിക്കറിയണം. ഷുവർ സർ, ഐ വിൽ ട്രേസ് ഇറ്റ്. എന്തോ എവിടെയോ ഒരു മിസ്സിംഗ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയ അജയ് ആരുടെയും കണ്ണിൽപ്പെടാതെ ആ 2 മണിക്കൂർ എവിടെ, ആരോടൊപ്പമാണ് ചിലവഴിച്ചത്? ആരാണ് അവനെ സഹായിച്ചത്? എനിക്കതറിയണം. അറിഞ്ഞേ പറ്റൂ. അമ്മ എന്തിനാ കരയുന്നത്? ഒന്നുമില്ല. എന്നെ തല്ലിതോർത്തിട്ടാണോ? അമ്മയല്ലേ എന്നെ തല്ലിയത്, പിന്നെന്തിനാ അമ്മ കരയുന്നത്? അമ്മ വിഷമിക്കണ്ട, എനിക്ക് തന്നില്ല. തല്ലിയത് ഞാനാണെങ്കിലും നൊന്തതും എനിക്കാ മോനെ. ഇന്ന് വരെ ഒരു ചുള്ളി കമ്പൗണ്ട് പോലും എനിക്ക് നിന്നെ തല്ലേണ്ടി വന്നിട്ടില്ല. ഒന്ന് നുള്ളി നോവിക്കാതെയാ ഞാൻ നിന്നെ പോറ്റി വളർത്തിയത്. എന്ന് നീ അമ്മയുടെ നല്ല അപ്പൂസായിരുന്നു. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നിന്നെ പഠിപ്പിച്ചൊരു വലിയ നിലയിൽ എത്തിക്കണമെന്നാ അമ്മയുടെ സ്വപ്നം. അന്നെന്താ, ഞാൻ നല്ലോണം പഠിക്കുന്നുണ്ടല്ലോ. ഇപ്പോഴും എല്ലാ പരീക്ഷയ്ക്കും എനിക്ക് ഫുൾ മാർക്കാ. അതൊക്കെ സമ്മതിക്കുന്നു. പക്ഷെ ഇപ്പൊ മോൻ എന്തിനാ അമ്മയോട് കള്ളം പറയുന്നത്, അനുസരണക്കേട് കാണിക്കുന്നതും? നേരമണ സ്കൂളിൽ പോവില്ല, പറഞ്ഞാൽ കേക്കില്ല. ഏത് നേരവും ഇപ്പൊ ആ ദുഷ്ടന്മാരുടെ താവളത്തില് ചുറ്റിപ്പറ്റി നടക്കുകയല്ലേ. അമ്മ വിചാരിക്കുന്നല്ലേ അത് ദുഷ്ടന്മാരുടെ താവളമൊന്നുമല്ല, തീച്ചട്ടിയമ്മയുടെ ആശ്രമമാ. ചെറിയച്ഛനും ലേഖന്റെയൊക്കെ തീച്ചട്ടിയമ്മയുടെ ഉപാസകരാണെന്നാ പറയുന്നത്. പിന്നെ ഉപാസകര് കുന്താ നിന്നെ അതൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുക. എനിക്ക് ഉറപ്പാ ടീച്ചറമ്മയെ പോലെ നിന്നെ അവരെന്തോ കൂടോത്രം ചെയ്തു വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നീ എന്നോട് ഇങ്ങനെ കള്ളം പറഞ്ഞ് അവരോട് കൂടെ കൂടില്ലായിരുന്നു. അവര് ദുഷ്ടന്മാരല്ല അമ്മേ. ആ ലേഖാന്റില്ലേ എന്തു നല്ല ആന്റിയാണെന്ന് അറിയാവോ?
നീ പാട്ടും കഥയും ഒക്കെ പറഞ്ഞു തരും. സ്കൂളിൽ പോയില്ലെങ്കിലും സ്കൂളിൽ പഠിപ്പിക്കുന്നതൊക്കെ ലഗാൻഡി എനിക്ക് പറഞ്ഞു തരും. എന്റെ ഭഗവാനെ, നീ എന്തൊക്കെയാ പോയി പറയുന്നേ? അവൻ എന്റെ അപ്പൂസിന്റെ ആന്റി ഒന്നും അല്ല, ചീത്ത ശ്രീയാ. നിന്റെ ചെറിയച്ഛന്റെ കൂടെയുള്ളവരെല്ലാം ചീത്ത കൂട്ടുകെട്ടുകളാ. അതുകൊണ്ട് എന്റെ മോൻ മേലാൽ അവിടേക്ക് പോവരുത്. ഒന്നുമല്ല, അമ്മയ്ക്ക് ചെറിയച്ഛന് ഇഷ്ടമല്ലാത്തതുകൊണ്ടാ. ചെറിയച്ഛൻ നമുക്ക് വേണ്ടി പുതിയ വീടും കാറും ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ടല്ലോ. അമ്മ വിചാരിച്ചാ നമുക്ക് അവിടെ പോയിട്ട് സുഖമായിട്ട് താമസിക്കാം. വേണ്ട വേണ്ട, നീ അതൊന്നും കണ്ട് മോഹിക്കണ്ട. അതൊന്നും നമുക്ക് അർഹതപ്പെട്ടതല്ല. ഇനി നിന്നെയും കൊണ്ട് ഇവിടെ നിന്നാ ശരിയാവത്തില്ല. നമുക്ക് രാത്രി ഇനി ഇവിടുന്ന് പോണം. ഇവിടെ നിന്ന് പോണോന്നു? നമ്മൾ എങ്ങോട്ട് പോവും? അതൊക്കെ ഉണ്ട്. ഇനി ഇവിടെ നിന്ന് ശരിയാവില്ല അപ്പു. നിന്നെ അവര് കൊന്നു കളയും. കൊല്ലാൻ വേണ്ടിയാ നിന്നോട് അവര് സ്നേഹം കാണിക്കുന്നത്. അതെനിക്കറിയാം. ഒന്നുമല്ല, അമ്മക്ക് പേടി കൊണ്ട് തോന്നതാ. ആശ്രമത്തിലുള്ളവരെ എന്നെ എന്ത് സ്നേഹമായിട്ടാ നോക്കുന്നറിയാവോ? വേണ്ട വേണ്ട, നീ അവരുടെ കൂടുതൽ മഹത്വം ഒന്നും പറയണ്ട. വേഗം കഴിക്ക്. നമുക്കിപ്പോ തന്നെ പോണം. തുണിയും സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ പോണോ അമ്മ? അതെ, ഇന്ന് തന്നെ പോണം. അപ്പു, നിനക്ക് കാര്യങ്ങൾ ഗൗരവം മനസ്സിലാവാത്തോണ്ടോ? ഇനി ഇവിടെ നിന്നാലേ എന്റെ മോനെ അവരില്ലാതെ വെക്കും. അതുകൊണ്ട് അപ്പൊ മറുത്തൊന്നും പറയണ്ട. നമുക്ക് എത്രയും വേഗം ഇവിടുന്ന് രക്ഷപ്പെടാം. മോൻ വേഗം കഴിക്കും. കഴിച്ചോ വേഗം. ഒന്ന് വേഗം നടക്ക പൂസേ. മമ്മതൊക്കെ തോണിയായിട്ട് പുഴക്കടലിൽ നിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എങ്ങോട്ടാ അമ്മ പോകുന്നത്? അതൊക്കെ ഞാൻ വഴി പറഞ്ഞു തരാം. പുഴ കടന്നാലേ നമുക്ക് ലാസ്റ്റ് ബസ് കിട്ടും. അവിടെ ചെന്നിട്ട് നമുക്ക് വിലാസിനി ചേച്ചിയുടെ വീട്ടിൽ കുറച്ചാൾ നിക്കാം. എന്തിനാ അമ്മ നമ്മളെ ഈ രാത്രിയിൽ കഷ്ടപ്പെട്ട് വല്ലവരുടെയും വീട്ടിലേക്ക് പോകുന്ന? നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ കഴിഞ്ഞാ പോരെ? അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മുടെ വീട്ടിൽ നിന്നാലേ അവര് എന്നെ നിന്നെയൊക്കെ കൊല്ലും. അവര് കൊല്ലൊന്നുമില്ല. അമ്മയ്ക്ക് അമ്മയുടെ പേടി കൊണ്ട് തോന്നുന്നതാ. അപ്പൂസ് നീ ഒന്നും മിണ്ടാതെ വേഗം നടക്കുന്നുണ്ടോ? അമ്മേ, എന്താ അത്? അതൊരു കൂമനാടാ. നീ പേടിക്കണ്ട. എന്റെ കൈ പിടിച്ച് വേഗം നടന്നോ. വാ. അമ്മ കൈന്ന് വിട്, ഞാൻ വന്നോളാം. എന്നാ പിന്നെ വാ. വിലാസ് ചേച്ചിയുടെ വീട്ടിലേ എല്ലാ സൗകര്യവും ഉണ്ട്. നീ അവിടെ നിന്ന് മര്യാദയ്ക്ക് പഠിച്ചോളണം. ഇനി കുറച്ചു നാളത്തേക്ക് നമുക്ക് ഈ നശിച്ച നാട്ടിലേക്ക് വരണ്ട. ആ ദുഷ്ടന്മാരെ ദുർമന്ത്രവാദമൊക്കെ ചെയ്ത് ഈ നാട് നശിപ്പിക്കും. തറവാടിന്റെ കാര്യം തന്നെ കണ്ടില്ലേ? ഒക്കെ മുച്ചൂടം മുടിയും മുമ്പ് നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെയും രക്ഷപ്പെടണം. വേഗം വാ.